ഇരിങ്ങാലക്കുടയിൽ നിന്നും വിനോദ് ശങ്കർ എഴുതുന്ന കത്താണ്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. എനിക്ക് 33 വയസ്സായി. ഇതുവരെയും വിവാഹമായിട്ടില്ല. ഞാൻ ഒറ്റ മകനാണ്. നല്ല ജോലി, അത്യാവശ്യം എല്ലാ ചുറ്റുപാടുകളുമുണ്ട്. എന്താണ് തടസ്സം? പരിഹാരമുണ്ടോ? ഒറ്റ മകനാണ് പൂർവികന്മാർ സമ്പാദിച്ച വസ്തുക്കളും ജംഗമങ്ങളും സ്വത്തുക്കളും എഴുതിയിരിക്കുന്നതും കൊണ്ട് നല്ല വിദ്യാഭ്യാസം, തരക്കേടില്ലാത്ത ജോലി, കാരണം തൃപ്തികരം എന്നർത്ഥം, സാമാന്യം സമ്പാദ്യം, എല്ലാവിധ യോഗങ്ങളും ഒത്തിണങ്ങിയ ഒരു യുവാവിന് അതുപോലെ ചിലപ്പോൾ ഇണങ്ങി കിട്ടുവാൻ, ഒന്നിനോടൊന്ന് സാദൃശ്യപ്പെടുത്തി കിട്ടുവാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് പഠനകാര്യങ്ങളിലോ സൗന്ദര്യകാര്യങ്ങളിലോ ആരോഗ്യകാര്യങ്ങളിലോ ജാതീയം, മതം, വർണ്ണം, വർഗം, ഗോത്രം, പ്രായം, ഉദ്യോഗം, ശമ്പളം, സാമ്പത്തികം, സമ്പത്ത്, കുലീനത്വം, കുലമഹിമ, ഇങ്ങനെയൊക്കെയുള്ള 10-18 തരം കാര്യങ്ങളുടെ ജോഡി, ഇവയെല്ലാം കൂടി ഒത്തിണങ്ങി കിട്ടുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകും. ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ടല്ലോ. ഏകമകൻ, ന്യായമായ വീട്, വസ്തു, സമ്പാദ്യം, ഉദ്യോഗം, സൗന്ദര്യം എല്ലാം ഏറെക്കുറെ എല്ലാം ഇണങ്ങി കിട്ടിയിട്ടുണ്ട്. വിവാഹം മാത്രം ഇണങ്ങി കിട്ടുന്നില്ല. ഇണങ്ങിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഒക്കണം, കുടുംബം ഒക്കണം, ജാതിയും മതവും വർഗവും വർണ്ണവും ഗോത്രം ഒക്കണം, ശമ്പളം ഒക്കണം, സാമ്പത്തികം ഒക്കണം, മറ്റ് ലൈബിലിറ്റീസൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ രോഗമില്ലാത്ത ഒരു ശരീരം ഉണ്ടോ, പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബമുണ്ടോ, ദുഃഖമില്ലാത്തൊരു മനുഷ്യനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റുന്നില്ല, എങ്കിലും പല വിട്ടുവീഴ്ചകളിലൂടെ കണ്ടെത്താൻ സാധിക്കും. കാരണം ജനിച്ച ലഗ്നത്തിൻ്റെ 7 ഗുളികൻ നിൽക്കുക. ഗുളികൻ എന്ന് പറയുന്നത് ഒരു ഗ്രഹമല്ല, ഒരു സാങ്കല്പിക ഒരു ഛായ ബിന്ദുവാണ്, ശക്തിയാണ്. ഒരു ഗുളികനാണ്, വിഷമാണ് അതിൻ്റെ കാരകത്വം. അത് വിഷമം ഉണ്ടാക്കി വെക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഈ പോരായ്മകളാണ് ഇദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒത്തിണങ്ങിയ ഒരു വിവാഹം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ അതീവ സുന്ദരി, ധനവതി, ഭാഗ്യവതി, കനകവേഷഭൂഷണാദികൾ, ആഡംബരം, പ്രൗഢി, പേരെടുത്ത കുടുംബം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവയെല്ലാം കൂടെ ഒത്തിണങ്ങി കിട്ടുന്നില്ല എന്നാണ് അതിനകത്തെ അർത്ഥം. അതും 7 ഗുളികനുള്ളവർക്ക് സംഭവിക്കാം. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുന്ന പക്ഷം ഒന്നുമില്ലേ പ്രായത്തിലോ പഠിത്തത്തിലോ സൗന്ദര്യത്തിലോ ജാതിയിലോ മതത്തിലോ അതുപോലെ ഗോത്രത്തിലോ അല്ലെങ്കിൽ ഹൈറ്റിലോ വെയ്റ്റിലോ അല്ലെങ്കിൽ കളറിലോ എന്തെങ്കിലുമൊക്കെ കാര്യമായ തോതിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ ജീവിതം അവിടെ ബാലൻസ്ഡാവും. ഒത്തിണങ്ങിക്കെട്ടണമെങ്കിൽ വളരെയേറെ കാത്തിരിക്കേണ്ടി വന്നാലും ഈ ഭൗതിക കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ മനഃസ്ഥിതി എന്തായിരിക്കുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മനസ്സിനും കൂടി ഇണങ്ങി മനപ്പൊരുത്തവും കൂടെ ഒത്തവർ വേണ്ടേ വരാൻ. അങ്ങനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ജാതകനില കാണുന്നത്. അതുകൊണ്ട് ആ ഗുളികനെ സർപ്പക്ഷേത്രത്തിൽ ഗുളിക പാട്ട് നടത്തുക, സർപ്പം പാട്ടുകൾ നടത്തുക, ഗുളികനെ ഗരുഡ പഞ്ചാക്ഷരി എന്ന കർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ഗുളികകാലത്തിങ്കൽ ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഗുളികപ്രീതികളും ഒക്കെ ചെയ്ത് മുന്നോട്ട് വരിക. അതല്ലെങ്കിൽ ഉടൻ തന്നെ ഈ പ്രകാരം ഏതെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഭാഗ്യവതി അങ്ങോട്ട് കടന്നു വരും. അത് ആസ്വദിക്കുക, അതിനെ സന്തോഷിക്കുക,
ബാക്കിയെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ട്, ഇതുമേൽ എല്ലാ ഭാഗ്യങ്ങളും കിട്ടണം എന്ന് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ച് പോയാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുകയും ചെയ്യും. വിട്ടുവീഴ്ചകളിലൂടെ വിവാഹം നടക്കും. അല്ലാത്ത പക്ഷം ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്ന് അങ്ങനെ കിട്ടിയാൽ തന്നെ മാനസിക നിലവാരത്തിൽ ഇതുപോലെ തന്നെ യോജിപ്പുള്ള ആളായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഏറെക്കുറെ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും രൂക്ഷമേറിയ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഗുളികനെ സന്തോഷിപ്പിക്കുക, ഗുളികപ്രീതി വരുത്തുക, സർപ്പപ്രീതി വരുത്തുക, അതുപോലെ കാരുണ്യപ്രവർത്തനങ്ങൾ നടത്തുക. സർവോപരി ഇതിനേക്കാളൊക്കെ ഉപരി നല്ല ഒരു രീതിയിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാകുകയാണെങ്കിൽ, ചെയ്യാവുന്ന വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്നതാണ്. അങ്ങനെ വിവാഹം നടന്നു കഴിയുമ്പോൾ വീണ്ടും ദേവാമൃതത്തിലോട്ട് കത്തയക്കുക.